മിസ്റ്റിക് പോയറ്റും സൂഫി വനിതയുമായിരുന്ന റാബിയ ബസ്രി സമകാലികനും സൂഫി ശ്രേഷ്ഠനുമായ ഹസൻ ബസ്രിയോടൊരിക്കൽ ചോദിച്ചു, ജ്ഞാനത്തെ എങ്ങനെയാണ് അള്ളാഹു മനുഷ്യർക്കിടയിൽ വീതിച്ചു നൽകിയതെന്ന് നിങ്ങൾക്കറിയാമോ? ഹസൻ ബസ്രി പറഞ്ഞു, ജ്ഞാനത്തെ അള്ളാഹു 10 പകുത്തു. അതിൽ 9 പുരുഷനു നൽകി, 1 മാത്രം സ്ത്രീക്കും. ശരിയാണ്. അങ്ങനെയെങ്കിൽ ലൈംഗികതയെ, സെക്ഷുവാലിറ്റിയെ അള്ളാഹു എങ്ങനെയാണ് മനുഷ്യർക്കു നൽകിയത് എന്നുകൂടെ പറയാമോ? ലൈംഗികതയെയും അള്ളാഹു 10 പകുത്തു. അതിൽ 9 സ്ത്രീക്കു നൽകി, 1 മാത്രം പുരുഷനും. അതും ശരിയാണ്. പക്ഷേ ജ്ഞാനത്തിന്റെ 9 ഉണ്ടായിട്ടും ഒരു ഭാഗം ലൈംഗികതയെ നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് പുരുഷൻ. അതേസമയം ഒരു ഭാഗം ജ്ഞാനം കൊണ്ട് ലൈംഗികതയുടെ 9നെയും അതിജയിക്കുകയാണ് സ്ത്രീ. അതാണ് സ്ത്രൈണതയുടെ അജീയമായ ആത്മചൈതന്യമെന്ന് റാബിയ ബസ്രി പ്രതിവചിച്ചു. പ്രിയപ്പെട്ട അനിയത്തിമാരെ, എത്രമേൽ ഉത്കൃഷ്ടമാണ് നമ്മുടെ ജന്മമെന്നാണ് ഈ അനുഗ്രഹീത സംഭാഷണം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മെ തിരിച്ചറിയാനും ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും ലക്ഷ്യം തെറ്റാതെ നടന്നു നീങ്ങാനും നമുക്ക് സാധിക്കണം. പെൺകുട്ടിയെന്ന നമ്മുടെ സാധ്യതയെ അറിഞ്ഞും അനുഭവിച്ചും ലക്ഷ്യത്തിലേക്കു പറക്കാൻ നമുക്ക് കഴിയണം. സ്നേഹത്തോടെ, ബൈ.